വളരെ സൗഹൃദപരമായിരുന്നു. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒരു തർക്കത്തിൻ്റെ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവരോട് ആവശ്യപ്പെട്ടത്, എൻ്റെ ഒരു പോളിസി ഞാൻ അവരോട് പറഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് KSRTCയുടെ ചെലവ് പരമാവധി കുറച്ചുകൊണ്ട് വരവ് പരമാവധി കൂട്ടിക്കൊണ്ട് വന്നാൽ മാത്രമേ KSRTCയുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവൂ. ഇപ്പോൾ KSRTCക്ക് ശമ്പളം കൊടുക്കുന്നതും പെൻഷൻ കൊടുക്കുന്നതെല്ലാം സംസ്ഥാന സർക്കാരാണ്. കാരണം ഫിനാൻസ് വകുപ്പിൽ നിന്ന് പൈസ തരുന്നു, അത് നമ്മൾ കൊടുക്കുന്നു. അതിനപ്പുറം ഒരുപാട് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അവർക്ക്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ KSRTCയുടേതായ തനത് ഫണ്ട് വരണം. അപ്പോൾ ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അനാവശ്യമായ റൂട്ടുകൾ വെട്ടിക്കളയുക, പിന്നെ റൂട്ടുകളെ ഒന്ന് മോഡിഫൈ ചെയ്യുക. അത് മോഡിഫൈ ചെയ്ത് കഴിയുമ്പം നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ വെറുതെ വണ്ടികൾ ഓടുകയാണ്. അത് ഒരു കണക്ക് എൻ്റെ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് നടത്താൻ തീരുമാനിച്ചു. ഈച്ച് ആൻഡ് എവറി ബസ് കോസ്റ്റ് അക്കൗണ്ടിങ് നടത്താൻ പോകാം. പിന്നെ ഒരു വലിയൊരു സോഫ്റ്റ്വെയറിലേക്ക് അവരുടെ എല്ലാ സംശയങ്ങളും തീരത്തക്ക രീതിയിൽ സ്റ്റോക്കിൻ്റെ അവൈലബിലിറ്റി, ക്യാഷിൻ്റെ ഫ്ലോ, അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ഞങ്ങളൊരു സോഫ്റ്റ്വെയർ നിർമ്മിച്ച് അതിലേക്ക് മാറ്റാൻ തീരുമാനമെടുത്തു. ഒരു 3 മാസത്തിനുള്ളിൽ ആ സോഫ്റ്റ്വെയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. KSRTCയിൽ എങ്ങനെ ഡ്യൂട്ടി നടക്കുന്നു, ഏതൊക്കെ വണ്ടി ഓടി, ഏതൊക്കെ ഓടിയില്ല, സ്റ്റോക്ക് എന്തുണ്ട്, സ്റ്റോക്ക് പർച്ചേസ് എല്ലാം. ഇനിമേലിൽ ഒരുവിധ കറപ്ഷൻ പറ്റാതിരിക്കാൻ വേണ്ടി നമ്മളൊരു സോഫ്റ്റ്വെയർ ഉടൻ നടപ്പിൽ വരും. അതായത് 3 മാസത്തേക്ക് മാത്രമുള്ള ഇൻവെൻട്രി. ടെൻഡർ ചെയ്യുമ്പോൾ 2 വർഷത്തേക്കുള്ള സാധനം ഒരുമിച്ച് നമ്പർ പറയും. റേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 3 മാസത്തേക്കുള്ള സാധനം മാത്രമേ വാങ്ങൂ. ഫോർ എക്സാമ്പിൾ 500 ബാറ്ററി വാങ്ങും, 5000 ബാറ്ററി ഓർഡർ ചെയ്യും, പക്ഷേ 500 ബാറ്ററി എടുക്കുള്ളൂ. 300 ബാറ്ററി തീർന്നു കഴിയുമ്പോൾ 200 ബാറ്ററി ബാക്കിയുള്ളപ്പോൾ ഇത് അലർട്ട് ചെയ്യും കമ്പ്യൂട്ടർ തന്നെ. അപ്പോൾ ബാക്കി 300 ബാറ്ററി വാങ്ങിക്കും. അപ്പോൾ 500 ബാറ്ററിയുടെ പൈസ കൊടുത്താൽ മതി. നമ്മുടെ പണം മറ്റ് കമ്പനികളിലേക്ക് ബ്ലോക്ക് ആവില്ല. എന്നാൽ നമുക്ക് പുതിയ ഫ്രഷ് സ്റ്റോക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ എല്ലാ പാർട്സുകളെ സംബന്ധിച്ചും ഒരു 3 months ഇൻവെൻട്രി കണക്കെടുക്കാനായിട്ട് പണ്ട് ഞാൻ 2001 മന്ത്രിയായിരിക്കുമ്പോൾ ഇത് കൊണ്ടുവന്നതാണ്. പിന്നീട് അത് മാറ്റിക്കളഞ്ഞു. മാത്രമല്ല, ബില്ല് കൊടുക്കാനുള്ള അധികാരം ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് എടുത്തു മാറ്റി കമ്പ്യൂട്ടറിന് കൊടുക്കുകയാണ്. അപ്പോൾ ബില്ല് മാറി കൊടുക്കുക. ആദ്യം നൽകുന്ന ആളിന് ആദ്യം ബില്ല് കൊടുക്കും. അതിനും ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ പ്രിൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ അതിൽ എഴുതി വരുന്ന കമ്പനിക്ക് എഴുതി വരുന്ന തുക മാത്രമേ കൊടുക്കാനുള്ളൂ. അതായത് അയാളുടെ അധികാരം ഉപയോഗിച്ച് ഒരാൾക്ക് കൂടുതൽ പൈസ കൊടുക്കാനോ ഒരാൾക്ക് ഒരു ആനുകൂല്യം ചെയ്യാനോ ഇനി KSRTCയിൽ പറ്റാത്ത വിധത്തിൽ മാറ്റം വരുത്തുകയാണ്. കറപ്ഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരുവിധ കറപ്ഷൻ ഒഴിവാക്കാനുള്ള ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ. അത്തരത്തിൽ പല താല്പര്യങ്ങൾ കൊണ്ടും ചിലർ ഇങ്ങനെ പൈസ ചില ആൾക്ക് പരിചയമുള്ളവർക്ക് നേരിട്ട് മാറി കൊടുക്കും. എന്തെങ്കിലും പല പല കാരണങ്ങളാണ്, പല റീസൺസ് ഉണ്ട്. അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാകരുത് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇക്കാര്യങ്ങളാണ് ഞാൻ എന്തൊക്കെയാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്, ചിലവ് കുറയ്ക്കാൻ ചെയ്യുന്നത് യൂണിയൻകാരോട് പറഞ്ഞു. അവർക്കത് വളരെ സ്വീകാര്യമായി. മാത്രമല്ല, അവരുടെ ഭാഗത്തുനിന്ന് ഞാൻ 2-3 ദിവസത്തിനുള്ളിൽ അവർ ഓരോരുത്തരും 3 അംഗീകൃത യൂണിയനോടും ഇതുപോലെ ചിലവ് കുറയ്ക്കാൻ ഞാൻ പറഞ്ഞതിനപ്പുറത്തുള്ള എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അവർ എഴുതി തരാൻ പറഞ്ഞിരിക്കുകയാണ്. എഴുതി തരികയും പറയുകയും ചെയ്യും. അവരുമായിട്ട് വരും ദിവസങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവർ വരുമ്പോൾ ഞാൻ സംസാരിക്കും. അവർ തരുന്ന ആശയങ്ങൾ എടുക്കും. ടോട്ടൽ KSRTCയുടെ നിയന്ത്രണം, ഷെഡ്യൂളിംഗ്, അക്കൗണ്ട്സ്, പർച്ചേസ്, സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, എല്ലാ കാര്യങ്ങളും ഒരു സോഫ്റ്റ്വെയറിലേക്ക് മാറും. അതായത് ഞാൻ മന്ത്രി സാറെന്ന് പോയാലും ഇപ്പോഴത്തെ MD മാറിപ്പോയാലും മറ്റൊരു മന്ത്രി വന്നാലും ആര് തന്നെ മാറിപ്പോയാലും സിസ്റ്റത്തെ ഇനി പൊളിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവരും. അല്ലാതെ ഇത് പെർമനന്റ് സൊല്യൂഷൻ അല്ലാതെ ഇതിനൊരു അവസരം ഇത് രക്ഷപ്പെടില്ല. ഞാൻ പണ്ട് കൊണ്ടുവന്ന പല പരിഷ്കാരങ്ങളും പിന്നെ എടുത്തു കളഞ്ഞു. അതുകൊണ്ട് പരിഷ്കാരങ്ങളെ മാറ്റാൻ പറ്റാത്ത വിധത്തിൽ ഒരു പക്ക ഒരു ഫുൾ കൺട്രോൾ ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരും. ഇപ്പം പിന്നെ റിപ്പോർട്ട് പിന്നെ റിപ്പോർട്ടുണ്ട്. അതിൽ സുശീൽ ഖന്ന റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് വെച്ചാൽ ഇവിടെ ഒരു പേഴ്സണൽ മാനേജർ ഇല്ല, പിന്നെ അക്കൗണ്ട്സ് ആളില്ല, അക്കൗണ്ട് സെക്ഷൻ ഇല്ല. അതെല്ലാം മാറും. ഈ കമ്പ്യൂട്ടർ വരുന്നതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കണക്ക് എൻട്രി കൊടുക്കുന്ന ഡേറ്റ എൻട്രി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അത് തരും. അപ്പോൾ അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഉണ്ടാക്കാതെ, ചിലവുകൾ ഉണ്ടാക്കാതെ, അത്തരം അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിനെ വയ്ക്കാതെ ഈ കമ്പ്യൂട്ടർ തന്നെ ഇതെല്ലാം ജസ്റ്റ് അതിന് ഡേറ്റ എൻട്രി മാത്രമേ ഉണ്ടാവുള്ളൂ. ഡേറ്റ എൻട്രി കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും കൺട്രോൾ കിട്ടും. അപ്പോൾ MDക്ക് അല്ലെങ്കിൽ ജോയിന്റ് MDക്ക് അദ്ദേഹത്തിൻ്റെ മേശയിൽ ഇരുന്നു കൊണ്ട് ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ആ ഒരു കാര്യം പറയണമെങ്കിൽ അങ്ങോട്ട് കമ്പ്യൂട്ടർ തിരിച്ചു വന്ന് വെച്ച് തന്നാൽ എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്ന രീതിയിലേക്ക് KSRTC മാറും. ഒറ്റ സോഫ്റ്റ്വെയറിന്റെ കീഴിൽ വരും. ഇപ്പൊ ഒന്നുമില്ല, അക്കൗണ്ടിങ് ഒന്നുമില്ല. അതെല്ലാം ഉണ്ടാക്കാൻ പോകുന്നില്ല. അക്കൗണ്ടിങ് വരുന്നു, ഈ പർച്ചേസ് വരുന്നു, ബില്ല് കൊടുക്കുക, പർച്ചേസ് ചെയ്തതിന്റെ ബില്ല് കൊടുക്കുക. അവിടെയാണ് കറപ്ഷൻ നടക്കുന്നത്. അൺനെസസറി ആയിട്ട് ഒരാളുടെ നിന്ന് കുറെ സാധനം വാങ്ങി വയ്ക്കുന്നു.
ഇപ്പോൾ 3 months ഇൻവെന്ററി സിസ്റ്റം വരുമ്പോൾ അനാവശ്യമായ സാധനങ്ങൾ പർച്ചേസ് ചെയ്യില്ല. എന്നാൽ എല്ലാ സാധനങ്ങളും കാണും. അതിൻ്റെ പണം മാത്രം കമ്പനിക്ക് കൊടുക്കും. ഒരു കമ്പനിയോട് നമ്മൾ 5000 ബാറ്ററിക്ക് ടെൻഡർ ചെയ്താൽ 5000 ബാറ്ററി അവരുടെ തന്നെ വാങ്ങി. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ 4900 ബാറ്ററി വരുന്ന 2 കൊല്ലം കഴിഞ്ഞ് അതിവിടെ വാങ്ങി വെച്ചാൽ ചീത്തയായി പോകും. ടയർ ഇരുന്നാൽ ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് സ്റ്റോക്ക് നമുക്ക് കിട്ടും. 3 മാസത്തേക്കുള്ള സാധനം വാങ്ങും. അപ്പോൾ നമുക്ക് അവരുടെ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ സഫീഷ്യൻ്റായിട്ട് മിച്ചം പൈസ വന്നാൽ മാത്രമേ ജീവനക്കാരുടെ ശമ്പളത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെ KSRTCക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും അത്. നമ്മൾ ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും നല്ല കമ്പനികളെ കൊണ്ട് ചെയ്യിക്കാൻ നിർദ്ദേശം കൊടുക്കും. അതിന് മുടക്കുന്ന പണം നമുക്ക് ലാഭമാണ്. പല കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇരുന്ന് തീരുമാനിച്ച കാര്യങ്ങൾ പോലും സുശീൽ ഖന്ന റിപ്പോർട്ടടക്കം പലതും നടപ്പിലാക്കിയില്ല. നടപ്പിലാക്കേണ്ട സമയത്ത് അതുകൊണ്ടാണ് ഞങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു സോഫ്റ്റ്വെയറിലേക്ക് മാറുന്നതോടുകൂടി ഇതിൻ്റെ കൺട്രോൾ എവിടെയാണെന്ന് ആർക്കും അറിയാൻ പറ്റും. ഇപ്പോൾ മുഖ്യമന്ത്രിക്കാണെങ്കിലും MDക്കാണെങ്കിലും മന്ത്രിക്കാണെങ്കിലും ഇത് എവിടെ നിൽക്കുന്നു ഇന്ന് എന്നറിയാൻ പറ്റും. എത്ര സ്പെയർ പാർട്സ് ഇരിപ്പുണ്ട്, ഏതൊക്കെ വണ്ടി ഓടുന്നു, ഏതൊക്കെ ഓടുന്നില്ല. ഇപ്പോൾ 900ഓളം വണ്ടി ഓടാതെ കിടക്കുകയാണ്. അതിൽ അടിയന്തരമായി ചെറിയ പൈസ ചിലവാക്കി ഇറക്കാൻ പറ്റുന്ന മുഴുവൻ വണ്ടികളും ജോയിൻറ്റ് MDയോട് ഇന്ന് നാളെയായിട്ട് ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുക. ആ വണ്ടികൾ ആദ്യം ഇറക്കും. എല്ലാ വണ്ടി ഇറക്കും. മാക്സിമം വണ്ടി. പിന്നെ ഒരു കുറച്ചുകൂടി എമൗണ്ട് കൂടിയ വണ്ടികൾ പുറകെ ഇറക്കും. 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപ ചിലവാക്കേണ്ട വണ്ടികളുണ്ട്, സ്കാനിയ പോലുള്ള വണ്ടികൾ, അത് പുറകെ ഇറക്കും. ആദ്യം ചിലവ് കുറഞ്ഞ വണ്ടികളെല്ലാം കൂടി ഇറക്കുമ്പോൾ കുറേ നമ്പറിങ് ഇറങ്ങും. വാങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ അതിനോട് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അത്തരം പക്ഷെ അത് ഭയങ്കര നഷ്ടമായി കലാശിച്ചിരിക്കുകയാണ്. കാരണം അതിനകത്ത് ഇലക്ട്രിക് ബസ് എന്നുള്ള ആശയം മുഖ്യമന്ത്രി പറഞ്ഞ പരിസ്ഥിതി മലിനീകരണം ഇല്ല, നമുക്ക് പിന്നെ ലാഭമാണെന്ന് നമ്മൾ കരുതിയെങ്കിലും അതിൻ്റെ ഡ്യൂറബിലിറ്റിയെ പറ്റി നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? MBDക്ക് കാർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ കാറിൻ്റെ കണ്ടീഷൻ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? നമ്മൾ വളരെ ഓരോ പണവും KSRTC സംബന്ധിച്ച് ഓരോ പൈസയും വിലപ്പെട്ടതാണ്. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. 20 വണ്ടി കണ്ടവരാണ് അല്ലേ? ഇനി 20 വണ്ടി കണ്ടവരാണ്. അല്ല അതിന് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് KSRTC സംബന്ധിച്ച് നിങ്ങളെല്ലാം മനസ്സിലാക്കണം. KSRTC ഏറ്റവും കൂടുതൽ ഓടുന്നത് റെയിൽവേ ഇല്ലാത്ത മേഖലയാണ്. പത്തനംതിട്ട, ഇടുക്കി, കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല, തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മേഖല. KSRTCക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നത് ആ മേഖലയാണ്. ഇപ്പോൾ നമ്മൾ വയനാട് പോകുന്നു, ട്രെയിനില്ലല്ലോ. ഈ ട്രെയിൻ പോകുന്നിടത്ത് പല സ്ഥലത്തും ആളുകൾ KSRTC ആശ്രയിക്കില്ല. കാരണം KSRTCക്കാളും ചാർജ് കുറവാണ്. പിന്നെ എങ്ങും നിർത്താതെ അങ്ങ് പോകും. ഇവിടുന്ന് കോട്ടയത്തേക്ക് പോകുന്ന ഒരാൾ 3 മണിക്കൂർ കൊണ്ട് ട്രെയിനിലെത്തും. പൈസയും കുറച്ച് കൊടുത്താൽ മതി. KSRTC കയറിയാൽ വെഞ്ഞാറമ്മൂട്, പന്തളം, കൊട്ടാരക്കര, അടൂർ ഇങ്ങനെ കയറി 6-6.5 മണിക്കൂർ കൊണ്ടേ കോട്ടയത്തെത്തും. ഈ പേടിയുണ്ട് ആളുകൾ. നിങ്ങളായാലും കയറത്തില്ലല്ലോ. പിന്നെ എമർജൻസിക്കല്ലേ കയറുന്നേ. അപ്പം നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന കിഴക്കൻ മലയോര മേഖലകളിൽ ഉള്ള പ്രശ്നങ്ങൾ, അവിടെയുള്ള ആളുകൾ, തോട്ടം തൊഴിലാളികൾ, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആദിവാസി മേഖലയിലുള്ള ആളുകൾ, അവിടെയൊക്കെ ഇലക്ട്രിക് ബസ് കൊണ്ട് പോകാനൊക്കത്തില്ല, കയറില്ലല്ലോ. സിറ്റിയിൽ പറ്റും. ഇപ്പോൾ സിറ്റിയിൽ വരുവാണെങ്കിൽ ആറ്റിങ്ങ വരെ പോകാൻ നോക്കും, കൊല്ലം വരെ പോകാം, തിരിച്ചു വരാം. കോവളം, ഇപ്പോൾ കോവളം ടെക്നോ പാർക്കിൽ നിന്നൊരു വണ്ടി കോവളത്തേക്ക് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്, സർവീസ് റോഡിലൂടെ. അത് മെയിൻ റോഡിൽ കൂടെ ആരും കയറില്ല, ഹൈവേ കൂടെ. അപ്പോൾ തിരുവല്ലത്തിൽ നിന്ന് ടോൾ ഒഴിവാക്കി തിരുവല്ലത്തിൽ നിന്ന് കറങ്ങി അങ്ങനെ ഒരു ബസ് ഓടിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരും. അങ്ങനെയുള്ള മാറ്റങ്ങളാണ് വരുന്നത്. ഇത് കൊള്ളത്തില്ലെന്നോ അല്ലെങ്കിൽ ചീത്തയെന്നോ തീറ്റയായി പോയെന്നല്ല എൻ്റെ അർത്ഥം, മനസ്സിലായത്. ഇത് ഫീസിബിൾ ആക്കണം. പക്ഷേ ഇതിനെ ഡ്യൂറബിലിറ്റിയെ പറ്റി ഏത് കമ്പനിയാണ് ഇന്ന വണ്ടി ഇത്ര വർഷം ബാറ്ററിക്ക് ഗ്യാരണ്ടി ഉണ്ടെന്ന് ഉറപ്പുറഞ്ഞത് ഉണ്ടോ? ഞാൻ കണ്ടില്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഇന്ത്യയിൽ എവിടെയും കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഇങ്ങനെ പറയുന്നതല്ലാതെ ആരും പറയുന്നില്ല. MBDയുടെ വണ്ടി നമുക്ക് MBDക്കൊന്നും അത് പറ്റില്ല. കാരണം എന്താ പറയുക, MBD ഒരു എൻഫോഴ്സ്മെൻറ്റ് ഫോഴ്സാണ്. അത് പോലീസ് പോലൊരു ഫോഴ്സാണ്, യൂണിഫോംഡ് ഫോഴ്സാണ്. അവർ പലപ്പോഴും ചില വണ്ടികളെ ചേസ് ചെയ്ത് പിടിക്കേണ്ടി വരും. അവർ ചില ദുർഘടമായ വഴികളിലോ പോകേണ്ടി വരും. അവിടെയൊന്നും ഇത് പോവില്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.